ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ മുരാരി ബാബുവിനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ജയിലിൽ നിന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ SITയുടെ നീക്കം. ഇപ്പോൾ ജയിലിൽ നിന്ന് മുരാരി ബാബുവിനെ നേരെ കൊണ്ടുപോകുന്നത് വിവിധ ഇടങ്ങളിൽ തെളിവെടുപ്പിന് കൂടി വേണ്ടിയായിരിക്കും. ഹരിയുണ്ട്. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഹരി, ഇപ്പോൾ മുരാരി ബാബുവിനെ പുറത്തിറക്കിയിരിക്കുന്നു. വളരെ ക്ഷീണിതനാണ്. ഒരു കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഒടുവിൽ ഡെപ്യൂട്ടി കമ്മീഷണർ വരെ തസ്തികയിലെത്തിയ വളരെ പ്രമുഖനാണ്. എവിടേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്, മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നത്? ഹരി, അരുൺ, ഗുഡ് മോർണിംഗ്. മുരാരി ബാബുവിനെ ഇപ്പോൾ കരമന സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നി മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് റാന്നി മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് അവിടെ ഇന്ന് കസ്റ്റഡി അപേക്ഷയിൽ ഏറെക്കുറെ വിധി പറയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ നേരത്തെ തന്നെ നൽകിയിരുന്നു. ആ അപേക്ഷ പ്രകാരം പ്രൊഡക്ഷൻ വാറണ്ട് പ്രകാരം 29 മുമ്പ് തന്നെ തങ്ങൾക്ക് കസ്റ്റഡി വേണമെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ചുകൊണ്ട് ഇന്ന് തന്നെ കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് 29 മുമ്പ് തന്നെ കസ്റ്റഡി വേണമെന്നുള്ളൊരു ആവശ്യം SIT വെച്ചിരിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് 30-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് ഇരുവരെയും ഒരുമിച്ചിരുത്തുകയും വെവ്വേറെ ഇരുത്തുകയും ചെയ്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടത്തുക. അതിനാലാണ് ഇന്നിപ്പോൾ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജി അല്ലെങ്കിൽ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. സന്നിധാനത്ത് അടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി 30-ന് മുമ്പ് തീരും. ഒരുപക്ഷെ ഇരുവരെയും ഒരുമിച്ചായിരിക്കും സന്നിധാനത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഈ കസ്റ്റഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ആ കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്, ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരും. അവിടെ ആയിരിക്കും ഈ ചോദ്യം ചെയ്യൽ, SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യൽ നടത്തുക. ആ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം തന്നെ മുരാരി ബാബു ഇതിന്റെ തുടക്കം മുതൽക്ക് ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ള കാര്യം നേരത്തെ തന്നെ SIT കോടതിയെ ധരിപ്പിച്ചിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിലടക്കം മുരാരി ബാബുവിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ കൂടി നടത്തിയിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തുക കൂടാതെ വ്യക്തമായ അറിവുണ്ടായിട്ട് കൂടി ആ സ്വർണം എന്നുള്ള വാക്ക് ഒഴിവാക്കിക്കൊണ്ട് അത് ചെമ്പുപാളികളാണ് എന്ന് തന്നെ രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. ഒപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോടും മഹസർ തയ്യാറാക്കുമ്പോഴടക്കം ഈ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം അടക്കം നൽകിയത് മുരാരി ബാബു ആണ് എന്നതടക്കമുള്ള ചില കണ്ടെത്തലുകൾ കൂടി SIT നടത്തിയിരുന്നു. നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലും ഈ മുരാരി ബാബുവിന്റെ പങ്ക് ഏറെക്കുറെ വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലെന്ന് പറയുന്നത്. ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ ആരൊക്കെയാണ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഇതിനകത്തുള്ള പങ്ക്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുരാരി ബാബുവിന് കൃത്യമായി പറയാനുണ്ടാകുമെന്നുള്ളതാണ് SIT കരുതുന്നത്. അതിന് മുരാരി ബാബുവിനെ ആദ്യം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ മറുപടികൾ വെച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യണം. അതിനുശേഷമായിരിക്കും ഇരുവരെയും ഒരുമിച്ചിരുത്തുക. എന്തായാലും 30 വരെയാണ് ആ സമയം ഉള്ളത്. അതിനുശേഷം പോറ്റിയെ വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചുകൊണ്ട് വാങ്ങുകയാണെങ്കിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് സമയം ലഭിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ സമയം മാത്രമാണ് SITയുടെ മുൻപിലുള്ളത്. അരുൺ, ഓക്കെ. ഹരി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കാണുന്നത്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മുരാരി ബാബു ഒരു കാലത്ത് എങ്ങനിരുന്ന മനുഷ്യനാണ്. ആ മുരാരി ബാബു ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ഹരിപ്പാടിൽ നിന്നാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്. പിന്നീടാണ് FIR-ൽ പേര് വരുന്നതും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. ഈ സമയത്തെല്ലാം അദ്ദേഹം തിരുവല്ലയിലെ വീട്ടിൽ തന്നെ അവിടെ കഴിയുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തെളിവെടുപ്പിന് കൊണ്ടുപോവുകയാണ്.